മുസ്ലിം ജീവിതത്തെ പരിശോധിച്ച് നോക്കൂ. ഈ മുസ്ലിം ജീവിതം തന്നെയും നമ്മുടെ മുസ്ലിം ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരുപക്ഷെ പുറം നാടുകളിലാണ് മാതൃക ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടാവുക. നമ്മൾ പുറം നാട്ടുകാരാണ് എന്നുള്ളതല്ല കേട്ടോ, അങ്ങനെയും കരുതരുത്. ഇപ്പൊ അങ്ങനെ ഒരു നെറേറ്റീവ് ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളാണ്, ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകളാണ് എന്നൊരു സംഘപരിവാറിന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നെറേറ്റീവ് വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പുറത്തു വന്ന ആളുകളൊന്നുമല്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള നമ്മുടെ പൂർവ്വഗാമികൾ അവർ അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ സാംസ്കാരികമായ സാഹചര്യത്തിൽ കൂടി ഇസ്ലാമിനെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ മതം മാറ്റം പോലും അല്ല നടക്കുന്നത്. ഞാൻ വഴിയെ പിന്നീട് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടേക്ക് പ്രബോധകന്മാരായി വന്ന ആളുകൾ ഇവിടെയുള്ള ആളുകളെ ആകർഷിക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെയൊക്കെ വല്യപ്പന്മാരൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഉപ്പന്മാര് അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, അങ്ങനെ നമ്മൾ തലമുറകളായി ഇവിടെ ജീവിക്കുന്ന, ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പുറത്തു നിന്ന് വരിക എന്നുള്ളൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ സംസ്കാരത്തിലുടനീളം ഈ പുറത്തു നിന്നുള്ള സ്വാധീനമുണ്ട്. ഇപ്പൊ പള്ളികൾ നിർമ്മിക്കുന്നിടത്ത് നോക്കൂ, പള്ളികളുടെ നിർമ്മാണ രീതിയിൽ, വാസ്തുവിദ്യയിൽ അടക്കം നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നത് അറേബ്യൻ മാതൃകകളെയാണ്, പേർഷ്യൻ മാതൃകകളെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കലർപ്പുണ്ടാകുന്നു എന്നത് നമ്മുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയല്ല. പക്ഷേ നിങ്ങളായിരിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങളായിരിക്കുക? നിങ്ങളുടെ മതപാരമ്പര്യത്തിൽ, നിങ്ങളുടെ ആദർശ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനബോധം ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരാളാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയെ കളഞ്ഞു കുളിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ പലതരം വേഷങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ പാൻറ്റുകളുടെയൊക്കെ രൂപമാറ്റം അതിശയപ്പെടുത്തുന്നതാണ്. അവിടെ ഇവിടെയൊക്കെ കട്ടിങ് ഒക്കെ ഉള്ള തൊലി കാണുന്ന ആ പാൻറ്റുകളൊക്കെ ധരിച്ചിട്ട് ആളുകൾ വരുന്നുണ്ട്. പലതരം ഹെയർ സ്റ്റൈലുകൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. പലതരം ഷർട്ടുകൾ, ടീഷർട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെക്കാൾ വ്യത്യസ്തമായ ഒന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് അതാണ് ശരിയെന്ന് നമുക്ക് തോന്നുകയും നമ്മുടെ ഇതിലെന്തോ കുറവുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതാണ് തിരുത്തേണ്ടതെന്നാണ് എൻ്റെ ആദ്യ ഭാഗത്ത് ഒരു സംസാരമായിട്ട് പറയാനുള്ളത്. ജാബിർ മാഷ് ഇടപെട്ടതിന് ശേഷം ഞാൻ മറ്റു കാര്യങ്ങൾ പറയാം. നയിക്കേണ്ടത് അത് ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങോട്ട് തിരിച്ചു പിടിക്കല്ലേ? ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ ഗഹനമായൊരു വിഷയം ചർച്ച ചെയ്യാനൊന്നുമില്ല നമ്മൾ കൂടിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം പങ്കുവയ്ക്കുക, അതിലൂടെ ചില ബോധ്യങ്ങൾ ഉണ്ടാവുക. ശരിക്കും നിങ്ങളെപ്പോലെ ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചർച്ചകളിലൂടെ കടന്നു പോകുക എന്നുള്ളത് നമ്മെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരൊറ്റ പെർസ്പെക്റ്റീവിലൂടെയുള്ള ഒരൊറ്റ വായനയും ഒരൊറ്റ ആലോചനയും ഒരു സാധനം മാത്രമായിരിക്കും ശരിയെന്ന് വിചാരിച്ചൊരു ജീവിതവും മാത്രമായി പോയാൽ നമ്മൾ പലപ്പോഴും മറ്റൊരു കാര്യത്തെ കാണുമ്പോൾ അന്താളിച്ചു പോകും. അതിനു പകരം കുറേയേറെ വ്യത്യസ്തമായ ആലോചനകൾ നമുക്കകത്തൂടെ കടന്നു പോകാൻ, നമുക്ക് അനുവദനീയമായ രീതിയിൽ തന്നെ, നമ്മ അബദ്ധത്തിൽ പോയി ചാടാത്ത വിധം തന്നെ വ്യത്യസ്തമായ രുചികളെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു വേദിയാണ് നിങ്ങളുടെ ഈ സ്റ്റുഡൻസ് യൂണിയൻ അതുപോലുള്ള ചർച്ചകളും ഇത്തരം പരിപാടികളും എന്നാണ് ഞാൻ ആമുഖമായി വിചാരിക്കുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്വത്വം എന്നൊരു സംഗതിയെ കുറിച്ചാണ് പറയുന്നത്. സ്വത്വം ഒരേ സമയത്ത് അപകടകരവും എന്നാൽ വളരെ ഗുണപരവുമായ മിസ്സായി പോകുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ഒരു സംഗതിയാണത്. രണ്ട് തലത്തിലും പറയാൻ പറ്റും. കിനാൽ ഉന്മേഷൻ്റെ രണ്ട് വശങ്ങളിലെയും ഒരുപാട് കാര്യങ്ങൾ നമ്മോട് വളരെ വ്യത്യസ്തമായ ഇങ്ങനെ കുറേ സിറ്റുവേഷനുകളായിട്ട് ഇങ്ങനെ അവതരിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവസാനം പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കുറേയേറെ കാര്യങ്ങളിൽ നമ്മൾ വളരെ മികച്ചവരാണ്. നമ്മൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി, പെർട്ടിക്കുലർലി നമ്മൾ കേരള മുസ്ലിംസ്, നമ്മൾ മാപ്പിളാരെന്ന് പറയും അല്ലേ? ഇങ്ങനെ പറയില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ? ഉണ്ട്. പറയൂ. ഉണ്ട്. നമ്മൾ ഈ മാപ്പിളാരെന്ന് പറയുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് കേരളത്തിലെ. നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ്. വളരെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വളരെ മുന്നിലാണ്. നമുക്ക് വളരെ സാംസ്കാരികമായ പൈതൃകമുണ്ട്. ഈ പറയുന്ന പൈതൃകവും ഈ പറയുന്ന നമ്മുടെ ഈ മേന്മയും ഒക്കെ ഒന്ന് നമ്മുടെ ഇസ്ലാം എന്ന ആശയത്തോട് ചേർന്ന് നിന്നാണ്. ഒന്നെന്നല്ല, ഇതെല്ലാം ഇസ്ലാമിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളും പ്രയോഗങ്ങളും ഒക്കെയാണ്. അതോടൊപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കെ നമ്മൾ നേടിയ ചില പ്രാക്ടിക്കലായ അറിവുകളാണ്. എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ നേടിയെടുത്ത ഒരു അറിവാണത്.
അത് ഇവിടെ പ്രോസസ്സ് ചെയ്ത് ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാണ്. നേരത്തെ കുഴിമന്തിയെ കുറിച്ച് പറഞ്ഞ പോലെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഒന്നാണത്, നമ്മൾ ഉൽപ്പാദിപ്പിച്ചാണ് അത്. ഇവിടെ ഈ സൊസൈറ്റിയിൽ ഫിറ്റ് ആവാൻ പറ്റും വിധം നമ്മൾ നിരന്തരമായി ജീവിച്ച് ഗവേഷണം നടത്തി രൂപപ്പെടുത്തി എടുത്തൊരു സാധനമാണ്. അതിനെ ഒരു പുലരിയിൽ നമുക്ക് അപരിഷ്കൃതം എന്ന് തോന്നുന്നതിലെ മാത്രമേ അബദ്ധമുള്ളൂ. അതേസമയത്ത് അതിൽ അനുവദനീയമായ തിരുത്തുകളാവാം, നിരന്തരമായ അപ്ഡേഷൻസ് ആവാം, നമ്മളെപ്പോഴും വരുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, വളരെ ഡൈനാമിക് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഈ സുന്നി സമൂഹം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അപ്ഡേഷൻസ് സ്വീകരിക്കും. നമ്മൾ സ്വീകരിക്കുന്ന അപ്ഡേഷൻസ് വളരെ ബേസിക് ആയ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളെ ഒന്നും മാറ്റാതെ തന്നെ വളരെ ബേസിക് ആയ ഇസ്ലാമിക് ഐഡിയോളജി, അതിൻ്റെ ഫോളോയിങ്, അതിൻ്റെ വിശ്വാസം, അതിൻ്റെ കർമ്മം, ഇതിനെയൊന്നും മാറ്റാതെ തന്നെ വളരെ ഡൈനാമിക് ആയിട്ട് വളരെ നന്നായി നമുക്ക് അപ്ഡേറ്റ് ആവാൻ കഴിയാറുണ്ട്. നമ്മളോട് ചിലർ പലപ്പോഴും നമ്മെക്കുറിച്ച് നമ്മൾ അപകടത്തിൽ ചാടിപ്പോയി എന്ന് വിചാരിക്കുന്നവർ പലപ്പോഴും പറയാറ്, നിങ്ങൾ വിതഴികളാണെന്നാണ് നമ്മെക്കുറിച്ച് പറയാം. നിങ്ങൾ വേഗം വേഗം പുതിയ കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ പുതിയ പാട്ട് പാടും, പുതിയ ദഫ് മുട്ടും, പുതിയ ആളുകളുടെ പ്രകീർത്തന കാവ്യങ്ങൾ ആലപിക്കും, നിങ്ങൾ പുതിയ പുതിയത് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അത് നമ്മുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. ഒരു സൊസൈറ്റിക്ക് ഫിറ്റ് ആവുന്ന, നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രബോധന ദൗത്യം എന്ന ദൗത്യത്തോട് ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും നമ്മെ സജീവമാക്കി നിർത്താൻ പറ്റിയ, നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മളുമായി എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ വ്യത്യസ്ത സമുദായങ്ങളുണ്ട്, വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയ ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്നവരുണ്ട്, ഇത്തരം ഐഡിയോളജികളൊന്നും ഫോളോ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ നമ്മളിലേക്ക് കൂടി എൻഗേജ് ചെയ്യാം, ഈ ഒരു സൗരഭ്യത്തെ, ഇസ്ലാമിക വിശ്വാസം എന്ന ഒരു സൗന്ദര്യത്തെയും സൗരഭ്യത്തെയും അവർക്ക് എങ്ങനെ കൊടുക്കാം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ നിരന്തരമായി അപ്ഡേഷൻസ് സ്വീകരിക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു അടഞ്ഞ സമൂഹമല്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നാം എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിലെ മുസ്ലിങ്ങളായ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേയേറെ കാര്യങ്ങളെ പറയേണ്ടി വരും. ഒറ്റ അച്ചിൽ അങ്ങ് വാർത്തെടുക്കാൻ പറ്റുന്നതെന്നല്ല, അത് നമ്മൾ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളിൽ ഞാൻ വീണ്ടും പോകുന്നില്ല. നമ്മളെക്കുറിച്ച് പറയും, നിങ്ങൾ പണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ എതിരെയായിരുന്നു, ഇപ്പം നിങ്ങൾ തുടങ്ങിയെന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോ കാലത്തിനും വേണ്ടത് അനുസരിച്ച് സ്വീകരിച്ചു പോരുകയും അതിലുള്ള അബദ്ധങ്ങളെ ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ അതിനെ ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് നോക്കുകയും അങ്ങനെ നമ്മളായിക്കൊണ്ട് തന്നെ നമുക്ക് ആവിഷ്കാരങ്ങൾ സാധ്യമാണ് എന്നാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡൈനാമിക് ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഈ സുന്നി സമൂഹം. ആ ഒരു ബോധ്യമാണ് നമുക്ക് വളരെ പ്രധാനമായി ഉണ്ടാവേണ്ടത്. നമ്മൾ വേറെ ആരോ ഇട്ടു ഒരു കുപ്പായത്തെ നോക്കി ഇങ്ങനെ ബേജാറാവേണ്ടി ഒന്നുമില്ല. അതേ കുപ്പായം നമ്മൾ എന്തുകൊണ്ട് ഇട്ടില്ല, നമ്മുടെ മുൻഗാമികൾ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് നമ്മൾ ആകുലപ്പെടേണ്ടതൊന്നുമില്ല. കൽപ്പറ്റ നാരായണ മാഷ് ഒന്നും തോന്നില്ല. ആ കുപ്പായത്തിന്റെ ഒരു ലഘു കവിത പറഞ്ഞ് എന്തായിരുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് പാകമാകാൻ വേണ്ടി മാറ്റങ്ങൾ വരുത്തി ഞാൻ എനിക്ക് പാകമല്ലാതായി പോയി എന്നാണ് കൽപ്പറ്റ നാരായണ മാഷയുടെ ഒരു ലഘു കവിത. മറ്റുള്ള ഓരോരുത്തരെയും നോക്കി ഓർക്ക് പാകമാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ച് അവസാനം നോക്കുമ്പോൾ നമുക്ക് തന്നെ പാകമല്ലാതായി പോയി. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പാകമാവാൻ വേണ്ടി നോക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ ഷർട്ട് ഒരിക്കലും നമുക്ക് ചേരില്ല. അതേസമയത്ത് ആ ഷർട്ടും ആ ഉടുപ്പും ആ നിൽപ്പും ആ പ്രസന്റേഷനും എങ്ങനെയാണ് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കി അതിൽ നിന്ന് നമുക്ക് പകർത്താൻ പറ്റിയതുണ്ടോ, നമ്മൾ അതിനെ വളരെ ഡൈനാമിക് ആയി തന്നെ സ്വീകരിക്കും. പൂർണ്ണമായി ഇതൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകാന്നുള്ളതല്ല. ഇവിടെ തന്നെ അതിന് സ്പേസ് ഉണ്ട് സ്വീകരിക്കാൻ. നമുക്ക് സമ്പൂർണ്ണമായി എല്ലാം തീർപ്പ് ഏൽപ്പിച്ച് ഇങ്ങനെ ജീവിക്കാവൂ, അങ്ങനെയല്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും അങ്ങനെയല്ലേ ഇസ്ലാമിലേക്ക് വന്ന വ്യത്യസ്തമായ ഗോത്രവർഗ്ഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓരോ ഗോത്രവർഗ്ഗങ്ങൾക്ക് വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങളാണ്. അവരുടെ അതിഥികളെ സ്വീകരിക്കുന്നതിൽ, അവരുടെ വിവാഹങ്ങളിൽ, അവരുടെ പലതിലും വ്യത്യസ്തമായ കൾച്ചറുകളാണ്. അവരെല്ലാം ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരെല്ലാവരും കൂടി വന്നിട്ട് നിങ്ങളെല്ലാവരും മക്കയിലെ ഖുറൈശികളുടെ ഈ രീതി സ്വീകരിക്കണം എന്നല്ല പറഞ്ഞത്. മദീനയിൽ പോയപ്പോൾ അവിടെയുള്ള വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വെച്ചിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പേർഷ്യക്കാർ വന്നിട്ടുണ്ട്, യമൻകാർ വന്നിട്ടുണ്ട്. വളരെ ഡിഫറൻ്റ് ആയ ടീംസാണ് വന്നതൊക്കെ. ഇവരെല്ലാവരും വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഖുറൈശികളുടെ രീതി സ്വീകരിക്കൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ ചരിത്രം രചിക്കാൻ നമുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പുതിയ ചരിത്രങ്ങൾ എപ്പോഴും രചിക്കാനാവും. അതാണ് നമ്മുടെ ഒരു സർഗാത്മകമായ നമ്മുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. പുതിയ ചരിത്രം രചിക്കുക. ഈ
ഉംബർട്ടോ എക്കോ ആണ് പറഞ്ഞിങ്ങനെ റൈറ്റ് നോവൽസ് റീറൈറ്റ് ഹിസ്റ്ററി എന്നാണ്. റൈറ്റ് നോവൽസ് റീറൈറ്റ് ഹിസ്റ്ററി. നിങ്ങൾ കഥകൾ എഴുതൂ എന്നത് കഥകൾ രചിക്കൂ എന്ന് വായിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എഴുതുന്ന കഥകളുമായിട്ട് മാറാം. ചരിത്രത്തെ എന്നിട്ട് മാറ്റി എഴുതാൻ കഴിയും. ഇപ്പൊ ചരിത്രം ഒരു അടഞ്ഞ അധ്യായം എന്നല്ല. അപ്പൊ നമുക്ക് നിരന്തരമായി മാറ്റം കഴിയും. ഞാൻ മറ്റൊരു ഭാഗം അത് കുറെ കൂടി നന്നായി നാരുമാഷ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകാത്തത് എന്ന് വെച്ചാൽ സ്വത്വം എന്നതിനെ ഒരു ഉഗ്രരൂപിയായ ഒരു പ്രയോഗമായിട്ടും കൊണ്ടുവരാം. സ്വത്വം എന്നിട്ട് അതിൻ്റെ മേൽ രാഷ്ട്രീയ പ്രയോഗങ്ങളെ കുറിച്ച് ആലോചിക്കാം. ബാക്കി എല്ലാത്തിനെയും ശത്രുസ്ഥാനത്ത് നിർത്താം. എന്നിട്ട് ഞങ്ങളുടെ ഈ സ്വത്വത്തിനെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു രീതിയും സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുന്ന ചിലരും ഉണ്ട്. അവരെല്ലാത്തിനെയും ശത്രുതാ മനോഭാവത്തോടെ കാണുകയും അവരൊരു എനിമി സൈക്കോളജി വികസിപ്പിക്കുകയും ചെയ്യും. എല്ലാത്തിനും ഒരു എനിമി സൈക്കോളജി വികസിപ്പിക്കും. ഈ നേരത്തെ പറഞ്ഞ എക്കോ തന്നെയാണ് ഇൻവെന്റിങ് എനിമി എന്ന വളരെ പ്രസിദ്ധമായ ഒരു നോവൽ രചിച്ചത്. ഇൻവെന്റിങ് എനിമി, ശത്രുവിനെ കണ്ടെത്തുക. അത് ഭീകരമായൊരു ഏർപ്പാടാണ്. ഞാൻ അതിൻ്റെ മറ്റു രാഷ്ട്രീയ പ്രയോഗങ്ങൾ പറയാതെ നിങ്ങൾക്കറിയാം. പൊതുവായി ഇന്ന് ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്താണ്? ശത്രുവിനെ കണ്ടെത്തുക, ശത്രുവിനെതിരെ യുദ്ധം എന്നത് പൊതുതത്വമാക്കുക, അങ്ങനെ ആയുധ കച്ചവടം നടത്തുക. അങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കൾ പോലും ഇങ്ങനെ വേദന അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊരു ഉഗ്രരൂപിയായ ഒരു പ്രയോഗം ഐഡന്റിറ്റിക്കുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിൽ മാത്രമല്ല, ലോകത്തെ വിവിധമായ ഭാഗങ്ങളുണ്ട്. ഹിറ്റ്ലർ, മുസോളിനി ഉൾപ്പെടെ എല്ലാവരും ആ പ്രയോഗത്തിന്റെ ഭ്രാന്തമായ ഒരു ലോകത്തേക്ക് പോയവരാണ്. ഭ്രാന്തന്മാർ എന്ന് തന്നെ ചരിത്രം അവർ വിളിച്ചിട്ടുണ്ട്. ആ ഐഡന്റിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയാ, ഞങ്ങൾ മാത്രം, നേരത്തെ പറഞ്ഞില്ലേ വിശുദ്ധർ, ഈ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഭക്ഷണത്തിൽ പറയും, ചിലര് വസ്ത്രത്തിൽ പറയും അല്ലെ. ശുദ്ധ വെജിറ്റേറിയൻ എന്നൊരു പ്രയോഗം എനിക്ക് നല്ലൊരു വശം അതിനെ കുറിച്ച് ഒരിക്കലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. ശുദ്ധ വെജിറ്റേറിയൻ. എപ്പോഴാണ് ഈ വെജിറ്റേറിയൻ മാത്രം ശുദ്ധവും ബാക്കിയുള്ളത് അശുദ്ധമായത്? അതൊരു പ്രയോഗത്തിലൂടെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പ്യുവർ വെജ് നമ്മൾ പറയും അല്ലേ. പ്യുവർ വെജ് എന്ന് പറയുമ്പോൾ ഓക്കെയാ. ഇംഗ്ലീഷിൽ പ്യുവർ എന്നൊരു പദത്തിന് വരുന്ന ഇത് മാത്രം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. പ്യുവർ നോൺ വെജ് എന്നും പറഞ്ഞൂടെ? പറയാം അല്ലെ. പ്യുവർ നോൺ വെജ് എന്ന് പറയാം. പച്ചക്കറി ഒന്നും കഴിക്കില്ല, നോൺ വെജ് മാത്രമേ കഴിക്കുന്നു. പണ്ടത് LCHF എന്നൊക്കെ പറഞ്ഞ പരിപാടി കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇറച്ചി മാത്രം തിന്ന, അതിനെ പ്യുവർ നോൺ വെജ് എന്ന് പറയാം. പക്ഷെ ആരും പ്യുവർ നോൺ വെജ് എന്ന് പറയില്ല, പ്യുവർ വെജ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു ശുദ്ധ വെജിറ്റേറിയൻ. അപ്പോൾ വെജിറ്റേറിയന്മാർ ശുദ്ധന്മാരാണ്, വെജിറ്റേറിയൻ അല്ലാത്ത കഴിക്കുന്നവർ എന്തോ അശുദ്ധി ബാധിച്ചവരാണ് ഒരു പൊതു തത്വം, ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഭ്രാന്തമായ അപകടകരമായ ഒരു തലവും ഐഡന്റിറ്റിക്ക് ഉണ്ട് എന്നാണ്. വിശദീകരിക്കും, കൂടുതൽ പറയും. ഓക്കെ, നമ്മുടെ ചർച്ച പിന്നെ വൈഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പറയും, അതേപോലെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ചർച്ചയുടെ വേറൊരു തലമെന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയ കുട്ടികൾ LGBTQ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലെസ്ബിയൻ കപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ ഗേ കപ്പിളാണെങ്കിൽ അവരവരുടെ ലൈഫിൽ നമ്മൾ എന്തിനു ഇടപെടണം എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഇപ്പം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അങ്ങനത്തെ LGBTQ കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് സാറാണെങ്കിൽ വളരെ സങ്കീർണമായൊരു വിഷയമാണ് ഇപ്പോൾ. കാരണം കേരളത്തിലൊരു ലെസ്ബിയൻ കപ്പിൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സമയത്ത് കൂടിയാണത് സംസാരിക്കുന്നത്. ഇനി അത് പറഞ്ഞിട്ടൊരു വിവാദം വരുമോ എന്നുള്ള പേടി പോലും സംസാരത്തിൽ വരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളൊക്കെ മനുഷ്യർ എന്ന അർത്ഥത്തിൽ ചില സംസ്കാരങ്ങളെ, ചില മൂല്യങ്ങളെ പിന്തുടരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പിന്തുടരേണ്ടവരാണ്. അങ്ങനെ കൂടിയാണ് നമ്മൾ മനുഷ്യരായി തീരുന്നത്. മനുഷ്യർ രാഷ്ട്രീയ ജീവിയാണ് എന്നതിനൊപ്പം തന്നെ ഒരു സാംസ്കാരിക ജീവി കൂടിയാണ്. ഈ സംസ്കാരം എന്നുള്ളത് നമ്മുടെ പല തലങ്ങളിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, നമ്മുടെ മതത്തിൽ നിന്ന്, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മളുടെ പാഠശാലകളിൽ നിന്ന്, ഇങ്ങനെ പല തലങ്ങളിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുന്നതാണ്. നമ്മളൊരു പ്രത്യേക വിഭാഗത്തെ ഞാനിങ്ങനെ പരാമർശിച്ചുകൊണ്ട് ഒരു അധിക്ഷേപകരമായ പരാമർശത്തിലേക്ക് നീങ്ങുന്നില്ല. പക്ഷെ ഞാൻ
പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ സംസ്കാരത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ, ആ മൂല്യബോധത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഒരു സഹോദരി മറ്റൊരു വീട്ടിൽ ഒരു സഹോദരിയോട് ഒരുമിച്ച് ജീവിതം, ഒരു ലെസ്ബിയൻ കപ്പിൾ ജീവിതം ആരംഭിക്കുന്നതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സാംസ്കാരികമായി അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുമോ? ഇനി നിങ്ങളുടെ ഒരു ജീവിതം മറ്റൊരു ആൺകുട്ടിയുമായി ചേർന്ന് ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നത് നിങ്ങൾ പഠിച്ചൊരു സംസ്കാരത്തിനകത്ത് അത് വരവ് വെക്കാൻ കഴിയുമോ? നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. കാരണം ഈ മൂല്യങ്ങൾ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ നമ്മിലെ മനുഷ്യത്വവും കൂടിയാണ് ഇല്ലാതാകുന്നത്. ഈ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു മോശപ്പെട്ട കാര്യമല്ല. നമ്മൾ മതപരമായ ഒരു സ്വത്വം, ആ മതപരമായ സ്വത്വം പറഞ്ഞാൽ നമ്മുടെ മതപരമായ മൂല്യങ്ങൾ തന്നെയാണ്. ആ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു വിശ്വാസിയായി തീരുന്നത്. അതിനപ്പുറത്തുള്ള പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാകും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഈ പരാമർശിച്ച ലെസ്ബിയൻ കപ്പിളിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഏറ്റവും വളരെ പ്രാധാന്യപൂർവ്വം ഒരു ചാനൽ കൊണ്ടാടുന്ന, അതിൻ്റെ അകത്തേക്ക് പോലും ഇവരെ കൊണ്ടുവരികയും ഇവരെ വീട്ടിൽ കൊള്ളാവുന്നവരാണ് എന്ന്, കയറ്റാൻ കൊള്ളാവുന്നവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്കൊക്കെ എത്രത്തോളം അതിന് ഉൾക്കൊള്ളാൻ കഴിയും എന്നതാണ് പ്രശ്നം. നമ്മളൊക്കെ പഠിച്ചൊരു മതത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അതുണ്ടാക്കുന്ന നാണക്കേടും അതിൻ്റെ മാനക്കേടും വളരെ വലുതായിരിക്കും. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വളരെ വാക്കുകൾ സൂക്ഷിച്ചാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു പോയിട്ട് നാളെ എൻ്റെ മേൽ കുതിര കയറാൻ വരരുത് എന്ന് വിചാരിച്ച് അത്ര സൂക്ഷ്മതയിലാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമുക്ക് പറയാനുള്ളത് പറയാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ തന്നെ അടുത്ത കാലത്ത് ഉന്നയിച്ച അല്ലെങ്കിൽ അതിൽ ചെന്ന് ചേർന്ന ഒരു വിവാദം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അത് പെരുമ്പിലാവിലെ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്ന നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അതിന് സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരാൾ ഓണം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അയാൾ വർഗീയവാദിയായി തീരുമോ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. ആഘോഷിക്കുന്ന മതപരമായ പ്രാധാന്യത്തിന്റെ പേരിൽ ആഘോഷിക്കുന്ന ആളുകൾ ആഘോഷിക്കട്ടെ. പക്ഷേ ഒരു മുസ്ലിമായ ഒരാൾ വിശ്വാസപരമായ കാരണങ്ങളാൽ ഓണം ആഘോഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അത് വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആഘോഷിച്ച ആളുകൾ മുഴുവൻ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഒരാൾ മതപരമായ കാരണത്താൽ ഓണത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധമുണ്ട്, അങ്ങനെ തന്നെ വിശ്വാസപരമായ ഒരു ബന്ധം ഹൈന്ദവ സമൂഹം കൽപ്പിക്കുന്നുണ്ട്. ആ ബന്ധത്തെയും ആ വിശ്വാസത്തെയും മാനിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ അത് ചേരുന്നില്ല എന്ന് കരുതി ഒരാൾ ഓണാഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നെങ്കിൽ അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അയാളുടെ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾക്ക് അയാളുടെ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിന്റെ ഓരോ അണുവിലും മതത്തെ കൊണ്ടു നടക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം വകവെച്ച് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള അപമാനവും തോന്നേണ്ടതില്ല. നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. ഇനി റബീഉൽ അവ്വലൊക്കെ കഴിഞ്ഞ കാലമായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പറയുകയാണ്. ഈ റബീഉൽ അവ്വലൊക്കെ ധാരാളമായി പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങളൊക്കെ പ്രഭാഷണത്തിന് പോവുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള, പലയിടത്തും പറഞ്ഞൊരു കാര്യവും കൂടിയാണ്, മൈക്കൽ എച്ച് ഹാർട്ടിൻ്റെ 100 പലരും ഉദ്ധരിക്കും. അതിൽ 1-ാം സ്ഥാനത്ത് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇത് 100-ൽ 1-ാം സ്ഥാനത്ത് പ്രവാചകർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രവാചകർ 1-ാം സ്ഥാനത്തല്ലാതാകുമോ? നമ്മൾ അങ്ങനെ ഒന്നിനെ ചാരി മാത്രം നമ്മുടെ ഒരു വിശ്വാസത്തെയും നമ്മുടെ ഒരു മതബോധ്യത്തെയും പ്രവാചകരുടെ മഹത്വത്തെയും സ്ഥാപിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരാൾ ഒന്നാമതായി തിരഞ്ഞെടുത്തിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം, പ്രവാചകർക്കുള്ള സ്ഥാനം ഇല്ലാതായി പോകുമോ? നമ്മൾ എല്ലാത്തിനെയും ഇങ്ങനെ കമ്പയർ ചെയ്തും എല്ലാത്തിനെയും മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാരി വെച്ചും കൊണ്ട് മാത്രം സ്ഥാപിച്ചെടുക്കേണ്ടതല്ല നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും. മുമ്പ് ഇങ്ങനെ പലരും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, നിസ്കാരം നല്ലൊരു വ്യായാമമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. നിസ്കാരം വ്യായാമമല്ല എന്ന് വിചാരിക്കുക, എന്താണ് പ്രശ്നം?
നിസ്കാരം വ്യായാമമല്ല എന്ന് വിചാരിക്കുക. എന്താണ് പ്രശ്നം? പടച്ചവൻ അത് കൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ്. അതിൽ ആര് അതിനെ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, ആരതിനെ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും അത് നമ്മുടെ മതസ്വത്വത്തിന്റെ ഭാഗമായി നമുക്കങ്ങനെ നിർവഹിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓരോന്നിനെയും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ വിശ്വാസപരമായ ഓരോ കാര്യത്തെയും, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെയൊക്കെ നമുക്കിങ്ങനെ, അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അത് നമ്മളാണ് സംരക്ഷിക്കേണ്ടത്, നമ്മളാണ് അത് പരിപാലിക്കേണ്ടത്, നമ്മളാണ് കൊണ്ടു നടക്കേണ്ടത്. അത് ജീവിതത്തിൽ പകർത്തുക എന്നത്, അഭിമാനബോധത്തോടു കൂടി പകർത്തുക എന്നത് പ്രധാനമാണ് ഇക്കാലത്ത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ വാക്കിന് അടിവരയിടുകയാണ്. അഭിമാനബോധത്തോടു കൂടി നമ്മുടെ സ്വത്വത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നിങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവേണ്ടതില്ല. നിങ്ങൾ അമുസ്ലിമായ ഒരു സഹോദരൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിസ്കാരത്തിന് സമയമായി, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് പറയുന്നതിൽ നിങ്ങൾക്കൊരു മടി ഉണ്ടാകേണ്ടതില്ല. ഞാൻ ഓർക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും, KS മാധവ മാഷ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വേദികളിൽ വരുന്ന ഒരു ആളുണ്ട്. അദ്ദേഹവും ഞാനും കൂടി ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ മലപ്പുറം കക്കാട് എന്ന് പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് മഗ്രിബ് ബാങ്ക് കൊടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോട് നിസ്കരിക്കും, ബാങ്ക് കൊടുത്തല്ലോ എന്നാൽ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊട്ടടുത്ത പള്ളിയുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ നിർത്തി നിസ്കാരം നിർവഹിച്ചു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പറയാത്തതിൻ്റെ ഒരു പ്രയാസമാണ് അദ്ദേഹം അനുഭവിച്ചത്. പക്ഷേ ചില ആളുകൾ എന്താ ചെയ്യുക, നമ്മുടെ കൂടെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട്, അയാളെ പരിഗണിച്ചെന്നാൽ ഞാൻ നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്തല്ല, അയാളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ബോധം, അയാളുടെ ഒരു തെറ്റായ ബോധം തിരുത്തപ്പെടുകയും അയാൾ നിങ്ങളെ നല്ല മതിപ്പോട് കൂടി കാണാൻ ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കളഞ്ഞു കുളിക്കാനല്ല, ഏതവസ്ഥയിലും ആർക്കിടയിലായിരിക്കുമ്പോഴും നമ്മളായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മൂല്യങ്ങളെ കൈവിടാതെ സൂക്ഷിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയല്ല, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു വൈഡ് ഏരിയ ആയതുകൊണ്ട് പല ഏരിയകളും ടച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ്. നമ്മൾ കലാപരമായിട്ട് എടുക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പ് മ്യൂസിക്കും റാപ്പ് മ്യൂസിക്കും അതേപോലെ ഒരു വേഡൻ ഡബ്സി സംസ്കാരങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ വളരെയധികം ആളുകൾ ഭയങ്കര ആകാംക്ഷയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്വത്വത്തിലുള്ള പാട്ടുകളും അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉള്ള പാട്ടുകളും കവിതകളും അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള പാട്ടുകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാട്ടുകളുടെ ശൈലികൾ അവലംബിച്ചുകൊണ്ട് അതിൽ ധാർമ്മികത കണ്ടെത്തുന്നതിൽ തെറ്റുണ്ടോ? അതും ഒരു അതൊരു അഡോപ്ഷൻ ആയിട്ടാണോ അതല്ലെങ്കിൽ അതൊരു സ്വത്വബോധത്തിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യലായിട്ടാണോ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതൊന്നൊരു ഫത്വയായിട്ടല്ല ചോദിച്ചെന്നുള്ള സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇസ്ലാമികമായ മാനം നമ്മുടെ ഉസ്താദുമാർ നമ്മോട് പങ്കുവെക്കുന്നതാണ്. നമ്മൾ വരുന്നതിൻ്റെ ഒരു സാംസ്കാരിക മാനവും ഒരു പ്രായോഗിക മാനവും നമ്മളുടെ ഒരു ഇസ്ലാമിക സമൂഹം ജീവിച്ചു വരുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യവും നേരത്തെ ചോദ്യമൊക്കെ ഒന്ന് തന്നെയാണെന്നാണ്, വ്യത്യസ്തമായ സ്വരങ്ങളിൽ ചോദിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതിന് ഏകദേശം ഒരു വൈഡായ ഒരു ആൻസർ തന്നെയാണ് കിന്നാലി ഒരു മാഷ് പറഞ്ഞത്. നമ്മൾ ഇസ്ലാമികമായി ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സ്വത്വത്തെക്കുറിച്ച് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അഭിമാന ബോധം എന്ന് പറയുന്നത് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അൺക്വസ്റ്റ്യൻഡ് ആയിരിക്കുന്ന വളരെ പെർഫെക്റ്റ് ആയ ഒരു ജീവിതം ജീവിച്ചു എന്ന് ചരിത്രത്തിൽ അതിസമ്പൂർണമായി രേഖപ്പെടുത്തപ്പെട്ട സമ്പൂർണമായ വിശ്വാസം എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ അവിശ്വാസികളും ശത്രുക്കളും കൊല്ലണമെന്ന് അത്യധികം ആഗ്രഹിച്ചവരും പോലും അത്യന്തം വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കളവ് അദ്ദേഹം പറയില്ല, വഞ്ചന തൊട്ട് തീണ്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയവരാണ്. അങ്ങനെയുള്ള ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു സമ്പൂർണ്ണമായ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഏറ്റവും വലിയ അഭിമാനബോധം. അതിനപ്പുറത്ത് വേറൊരു ഐഡന്റിറ്റി ഇല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒരാൾക്ക് ഒരു കാര്യം വേണോ വേണ്ടയോ, അതാണോ ശരി, ഇതാണോ ശരി, ഇങ്ങനെയാണോ പോവേണ്ടത്, അങ്ങനെയാണോ പോവേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വഴിയാണ്. ഒരു വഴി നേരത്തെ പോയ ചിലരേക്ക് നോക്കി ഏറ്റവും നല്ല ഒരാളെ, ഫിറ്റ് ആയ ഒരാളെ ഫോളോ ചെയ്യാന്നുള്ളതാണ്, അല്ലേ? ഇപ്പം നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ചെയ്യുക? സക്സസ് സ്റ്റോറി ഓഫ് എ കോഴ്സ് നോക്കുക. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ നോക്കുക? സക്സസ് സ്റ്റോറി എന്താണെന്ന് നോക്കുക. ഒരു വഴി അതാണ്. രണ്ടാമത്തെ ഒരു വഴി പരീക്ഷിച്ച് നോക്കുക. അതാണ് ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറയാ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികളോട് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയാം എല്ലാ സാധനവും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ശരിയെങ്കിൽ ചെയ്യാം, തെറ്റെങ്കിൽ വീണ്ടും റീഡൂ ചെയ്യാം, അല്ലേ? റീപ്ലാൻ ചെയ്യുക, റീഡൂ ചെയ്യുക, എന്നിട്ട് വീണ്ടും വരിക. അങ്ങനെ അതിൻ്റെ ഒരു സൈക്കിളിലൂടെ അങ്ങനെ പോകുക എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ടെസ്റ്റ് ആൻഡ് ഫോം അവർ ലൈഫ് സ്റ്റൈൽസ്?
നമ്മുടെ ജീവിതത്തെ നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്ത് രൂപപ്പെടുത്തും? നമുക്ക് ആകെ ഒരു ചാൻസേ ഉള്ളൂ, ഒരു വിദ്യാർത്ഥി കാലം നിങ്ങൾക്കുള്ളൂ. അതിൽ വളരെ ചെറിയൊരു കാലമാണ്. ആ കാലത്ത് ഈ സമ്പൂർണ്ണമായി ചെക്ക് ചെയ്ത് ഇതിന്റെ പരിണിതി യുവത്വത്തിലും വാർദ്ധക്യത്തിലും എത്രയും നോക്കിയിട്ട് തിരിച്ചു വരാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ടൈം ടെസ്റ്റഡായി സമൂഹം മുഴുവൻ ജീവിച്ച ഒരു വഴിയെ ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു വഴിയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ ഒരു സമ്പൂർണ്ണ പ്രയോഗത്തെ അവിടെ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു ആസ്പെക്ട് പറഞ്ഞാൽ, ചരിത്രത്തിൽ അങ്ങനെ തുടർച്ചയായി ഫോളോ ചെയ്യപ്പെട്ട ടൈം ടെസ്റ്റഡായ ഒരു ഐഡിയോളജി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതൊരു അവകാശവാദമല്ല, വേറെ ആർക്കും പറയാൻ പറ്റാത്ത ആരെങ്കിലും ഒരാൾക്ക് വന്നിട്ട് ദിസ് വാസ് ദി ടെസ്റ്റമെന്റ്സ്, ഇതായിരുന്നു കൽപ്പനകൾ, ഈ കൽപ്പനകൾ ഇങ്ങനെയായിരുന്നു ഫോളോ ചെയ്തത്, അതിങ്ങനെയായിരുന്നു ട്രാൻസാക്ട് ചെയ്യപ്പെട്ടത്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ ഇങ്ങനെയാണ് അത് രേഖപ്പെടുത്തപ്പെട്ടത്. ആ രേഖപ്പെടുത്തിയ ഓരോരുത്തരുടെയും സൂക്ഷ്മമായ ജീവിതവും അവർക്ക് ജീവിതത്തിൽ ഭൗതികമായ താല്പര്യമില്ലാത്തതിന്റെ തെളിവുകളും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അയൽവാസികളിൽ നിന്നും ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ ഇങ്ങനെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് നേരത്തെ കിനാലുറാഷ് പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ ഈ നബിദിന പ്രഭാഷണങ്ങൾ വിളിക്കപ്പെട്ടപ്പോൾ ഞാൻ ഈ മാർട്ടിൻ ലിങ്സിന്റെ പുസ്തകം ഒന്നുകൂടി ഇങ്ങനെ ഒരാവർത്തി വായിച്ചു നോക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുസ്തകമാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം മീമിൽ പുരസ്കാരം നൽകപ്പെട്ട KT സൂപ്പിയാണ് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിന്റെ ഒരു ആമുഖത്തിലും അതിന്റെ ഒരു അവസാനത്തിലും ഈ ഭാഗത്തെ വിശദമായി ഇങ്ങനെ ലിങ്സ് ഒരു പുതിയ ഭാഷയിൽ, അയാൾ അമേരിക്കൻ കവിതകളൊക്കെ എഴുതിയ, അമേരിക്കയിൽ കുറെ ജീവിച്ച ഇംഗ്ലണ്ടുകാരനായ, ഈജിപ്തിലൊക്കെ ജീവിച്ച ആളാണ്, അവസാനം മുസ്ലിം ആയിട്ടുണ്ട്, അബൂബക്കർ സിറാജുദ്ദീൻ പിന്നീട് പേര്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇത് വിശദമായി പറയുന്നുണ്ട്. എന്താണ് നമ്മളും മറ്റൊരു സമൂഹം തമ്മിലുള്ള ഐഡന്റിറ്റി ഡിഫറൻസ്. എനിക്കൊന്ന് ഈ രണ്ട് പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സമ്പൂർണ്ണമായ ഒരു ആവിഷ്കാരം, അൺക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ, മുത്തനബി ചോദിച്ച ഒരു വല്ലാത്ത ചോദ്യമുണ്ട്. ഞാൻ പറയുമ്പോൾ ഈ ചോദ്യമാണല്ലോ അന്നൊക്കെ ജാഹിലിയത്തിലൊക്കെ ഉണ്ടായ ചോദ്യമാണ്, എന്തിന് ഞങ്ങൾ ഈ കള്ള് ഉപേക്ഷിക്കണം, എന്തിന് ഞങ്ങൾ ഈ പാട്ട് പാടുന്ന സ്ത്രീകളെ ഉപേക്ഷിക്കണം, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ കുടുസാക്കി കളയുന്നത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിഷേധിക്കുന്നത്, ഹറാമാക്കുന്നത് എന്തിനാണ്, ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആഘോഷിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ നിരോധിക്കുന്നത്? ഇങ്ങനെ ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് മുത്തനബി അവരോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളിലായിരുന്നില്ലേ 40 വർഷം ജീവിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കളവെന്ന് സംശയിക്കുന്നതെങ്കിലും പറഞ്ഞതായി പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ ലാഭത്തിന് വേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അവസാനം വധിക്കാൻ വന്ന് വീട് ചുറ്റും ആൾക്കാരും അവരുടെ വിശ്വസ്ത സ്വത്തുകളും മുത്തനബിയുടെ വീട്ടിൽ തന്നെ വെച്ചത്. അവിടെ ഏൽപ്പിച്ചവരാണ് നബിതങ്ങളെ കൊല്ലാൻ വന്ന 100 ഗോത്രങ്ങളിൽ നിന്ന് വന്ന 100 പേർ. ആ 100 പേരുടെയും വീടുകളിലെയോ അവരുടെ കുടുംബങ്ങളിലെയോ ആരെങ്കിലുമൊക്കെ വിശ്വസ്ത സ്വത്തുക്കൾ മുത്തനബിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തൊരു വിശ്വാസം നൽകണം. ഞാൻ പറയുന്നത് ഒരു ആസ്പെക്ട് അതാണ്. ഇങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണമായ പ്രയോഗത്തെ നമുക്ക് ലഭിക്കുമ്പോൾ ടൈം ടെസ്റ്റഡായി ഒരു തലമുറകളിലൂടെ 15 നൂറ്റാണ്ടോളം സമൂഹം അതിനെ ഫോളോ ചെയ്തു വരികയും ആ ഫോളോ ചെയ്തവരുടെ വിശ്വസ്തവും സക്സസ്ഫുള്ളും ആയ സ്റ്റോറീസ് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ മാർട്ടിൻ ലിങ്സിനെ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ലക്ഷക്കണക്കായ ആളുകളുടെ ചരിത്രങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്നുള്ള ഈ സീറകളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ച് അതിവിശാലമായ പഠനം നടത്തിയ ഒരു റിസർച്ച് പേപ്പർ പോലെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ 2 വഴിയുള്ളത്. ഇങ്ങനെ ഓരോ ചോദ്യം വരുമ്പോൾ നമുക്ക് LGBTQ ആയാലും എന്തിനായാലും നമുക്ക് ആരോടും ശത്രുതയില്ല. ഒരാൾ ഒരു പർട്ടിക്കുലർ സ്ഥാനം ഫോളോ ചെയ്യുന്നു, നമ്മുടെ പോളിസി എന്താ? ആളുകൾ വിചാരിക്കും നമ്മൾ LGBTക്കാരെ മുഴുവൻ അടിച്ചാക്ഷേപിച്ച് അവർക്കെതിരെ ക്യാമ്പയിൻ നടത്താം. ചിലപ്പോൾ മാഷ് പറഞ്ഞ പോലെ ചിലരൊക്കെ അബദ്ധത്തിൽ പ്രഭാഷണത്തിലേക്ക് അങ്ങനെ പറഞ്ഞു പോകും, ഫെമിനിസത്തിനെതിരെ പോരാട്ടമാണ് നമ്മളുടെയൊക്കെ. അങ്ങനെ നമുക്കൊരു പോരാട്ടമില്ല. ഫെമിനിസത്തിനെതിരെ LGBTക്കിനെതിരെ പോരാടുക അതൊന്നല്ല നമ്മുടെ പണി. നമ്മുടെ പണി ഈ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇതിന്റെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ ഐഡിയോളജി എന്ന് പറയാ. ഒരാൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. സഫ്വാൻ എന്ന, ഞാൻ പറഞ്ഞ ചരിത്രം പറഞ്ഞാൽ കുറെ സമയം എടുക്കും, സഫ്വാൻ എന്ന കഠിന ശത്രു, മുത്തനബിയെ വധിക്കാൻ പലതവണ ശ്രമിച്ച ഒരാൾ, ഗോത്രമുഖ്യൻ, അയാള് ജുമാഹ് കുലത്തിലെ തലവനാണ്. അയാൾ പലതവണ നബിതങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞ് കൊല്ലാൻ പലവിധ പ്ലാനുകൾ ചെയ്ത് പലരെയും മദീനയിലേക്ക് പോലും പറഞ്ഞയച്ച് അതിനിഗൂഢമായ ഒരു ജീവിതം നയിച്ചയാളാണ്. വല്ലാത്തൊരു ദേശം മുത്തനബിയുമായി കൊണ്ടു നടന്ന ആളാണ്. മക്കം ഫത്തഹിന്റെ അന്ന് എല്ലാവരും കീഴടങ്ങിയപ്പോഴും കീഴടങ്ങാൻ ഈ സഫ്വാനെ കിട്ടൂല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ട് കടലിലേക്ക് പോവാം, ചാടി മരിക്കാനാണെങ്കിൽ ചാടി മരിക്കാൻ, കപ്പൽ കിട്ടുമെങ്കിൽ കപ്പൽ കിട്ടി എങ്ങോട്ടേക്കും കടക്കാന്ന് വെച്ച് പോയ ആളാണ്. അയാളെ മുത്തനബി തിരിച്ചു വിളിക്കുന്ന രംഗമുണ്ട്. അതിവൈകാരികമായി അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അയാൾ തിരിച്ചു വരുമ്പോൾ നബിതങ്ങളോട് പറയട്ടെ, പിന്നെ സംഗതികൾ മാപ്പ് തരുന്ന ആളൊക്കെയാണ്, പക്ഷേ സഫ്വാൻ വിശ്വസിക്കുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണ്ട. ഞാൻ വിശ്വസിക്കില്ല. മരിച്ച
ആഗ്രഹിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ നിബിധങ്ങൾ അയാളോട് പറയുന്നുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരെയും ഇങ്ങനെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുന്ന പരിപാടിയല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാതെ ഇവിടെ തുടരാലോ, അവിശ്വാസിയെ തന്നെ ജീവിച്ചോളൂ. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാത്തടത്തോളം ഞങ്ങൾ ആരോടും ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല. നമ്മുടെ പോളിസി ഇതാണ്. അവർ പറയുന്നത് എത്ര അബദ്ധജടിലമാണെങ്കിലും ആ ജീവിതം ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞത്. അതേ സമയത്ത് ശരിയായ ജീവിതം എന്ത് എന്ന് ഈ എനി ഓഫ് ദീസ് ടു വെച്ചിട്ട് സ്വീകരിക്കപ്പെടണം. ഒന്നുകിൽ ടൈം ടെസ്റ്റഡ് ആയ തലമുറകളുടെ ജീവിതം വരണം, അല്ലെങ്കിൽ സത്യസന്ധമായി പറയുന്ന ഒരാൾ എനിക്ക് ഇങ്ങനെ ദൈവികമായ അരുളപ്പാടിലൂടെ ഇത് ലഭിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും അത് തെളിയിക്കപ്പെടുകയും വേണം. ഇത് രണ്ടും അല്ലാതെ എങ്ങനെയാണ് ജീവിച്ചു നോക്കുക? നിങ്ങൾ കുറച്ചാൾ അങ്ങനെ ജീവിച്ചു നോക്കിയിട്ട് പരീക്ഷിക്ക്, എന്നിട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അബദ്ധത്തിലായി പോയില്ലേ? അതുകൊണ്ട് നമ്മൾ അവരോട് ഉണർത്തണ്ടേ? സുഹൃത്തുക്കളെ, നിങ്ങൾ പോകുന്നത് അബദ്ധത്തിലേക്കാണ്. നിങ്ങൾ ചരിത്രത്തെ പഠിക്കൂ, നിങ്ങൾ ഇതിന്റെ സത്യസന്ധമായ വായനകൾ നടത്തൂ. ആരാണ് നിങ്ങളോട് ഈ വഴി പോയാൽ നല്ലതാണ് എന്ന് തെളിയിച്ചത്? ആരാണ്? എന്ത് സാക്ഷ്യമാണ് നിങ്ങൾക്ക് തന്നത്? ഏതെങ്കിലും ഒരു സത്യസന്ധനായ ഒരാൾ പറഞ്ഞോ ഈ വഴി പോയിക്കോളൂ, ഇതാണ് ശരിയെന്ന്? അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ച ഏതെങ്കിലും ഉണ്ടോ? സമയം വൈകിപ്പോന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണ്. നമുക്ക് എല്ലാവരോടുള്ള നസീഹത്തിന്റെ നുസ്ഹിന്റെ ഭാഗമാണ്. അദ്ദീനു അൻ നസീഹ എന്ന് പറഞ്ഞ പോലെ ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. എല്ലാവരോടും ഉൻസുർ അഖാക ളാലിമനോ മദ്ലൂമനോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. നിങ്ങൾ സഹോദരനെ സഹായിക്കണം. അവൻ നിങ്ങളോട് ആക്രമിക്കുന്ന ആളാണെങ്കിൽ പോലും സഹായിക്കണം. അപ്പൊ നബി തങ്ങളോട് ചോദിക്കേണ്ടത് കൈഫ അൻസുറുഹു യാ റസൂലല്ലാഹ്, അങ്ങനത്തെ ആളെ എങ്ങനെയാ സഹായിക്കുക? അപ്പൊ നബി തങ്ങൾ പറഞ്ഞ അയാളോട് നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കുക. സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, അയാളെ നന്മയുടെ മേൽ സഹായിക്കുക. അയാൾ നിങ്ങളെ തള്ളുകയോ നിങ്ങളെ എതിർക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ ഒരു പോളിസി അത്രമാത്രമാണ്. അപ്പൊ നമ്മൾ ഇതിനോടൊക്കെ സ്വീകരിക്കുന്ന ഇപ്പൊ മ്യൂസിക്കാണ് എന്നോട് ചോദിച്ചത്. എനിക്കൊന്നും അങ്ങനെ അതിനായിട്ട് പ്രത്യേകിച്ചൊരു ഉത്തരം പറയാനില്ല എന്ന്. അതോട് നമ്മൾ ഒരിക്കലും പാട്ടിനൊന്നും എതിരല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിൽ ആളുകൾക്ക് നല്ലതിലേക്ക് വരാനുള്ള അവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന, അവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന പ്രയോഗങ്ങൾക്ക് എതിരൊന്നുമല്ല. പക്ഷേ ഇസ്ലാമികമായ ഒരു ശൈലി നമുക്കുണ്ട്. എന്തുകൊണ്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പാട്ട് മാത്രം കേട്ടാൽ പോരാ. അപ്പോൾ നമ്മുടെ ജീവിതം എന്താവുന്ന ആലോചിക്കണം, അപ്പോൾ നമ്മുടെ ധാർമ്മിക ബോധം എന്താവുന്ന ആലോചിക്കണം, അപ്പോൾ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് എന്താവുന്ന ആലോചിക്കണം, അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കപ്പെടുക എന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് പാട്ടിൽ ചിലത് പറ്റില്ല. അത് കൂടുതൽ സാത്താനെ ശൈത്വാനീയത്തിനെ ഇളക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കും. അതിന് നമുക്ക് എന്താ തെളിവ്? നമ്മുടെ തെളിവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അതിനപ്പുറം നമുക്ക് തെളിവില്ല. അതിനപ്പുറം എന്താ തെളിവ് പറയാം? എങ്ങനെയാ? ഹൗ കാൻ യു ടെസ്റ്റ് ഇറ്റ്? എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ശാസ്ത്രത്തിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ശാസ്ത്രം അത് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല. ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. ശാസ്ത്രം അതിന് ശ്രമിക്കുന്നുമില്ല. മതത്തെ തെളിയിക്കാൻ ശാസ്ത്രത്തിന് ശ്രമമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് ഇറ്റ്സ് ലിമിറ്റ്. അതതിൻ്റെ അന്വേഷണ വിഷയവുമല്ല, ശാസ്ത്രത്തിന്റെ ഒരു വിഷയം തന്നെയല്ല അത്. പിന്നെ എങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കും? അങ്ങനെ ഒരു തെളിയിക്കാൻ കഴിയാത്ത ഒരു സാധനത്തെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോവുക? അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ പാട്ടുണ്ട്. ചിലർ പറയും നിങ്ങൾ മ്യൂസിക്കിനെതിരാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കുകാര് ശാസ്ത്രീയ സംഗീതത്തിനെതിരല്ലേ? കാരണം അവര് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മറ്റേ മ്യൂസിക്കുകാർ ഉപയോഗിക്കില്ലല്ലോ. അവർക്ക് ഹറാമാണത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മ്യൂസിക് ഫോളോ ചെയ്യുന്ന ആൾക്ക് വേറൊരു മ്യൂസിക്കിൽ ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് ഹറാമാണ്. അത് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂസിക് ഉണ്ട് അല്ലേ? ക്ലാസിക്കൽ ആയ ഒരു സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഉണ്ട്, വേറെ ഒരു ഉപകരണം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ദിസ് ഈസ് പ്രൊഹിബിറ്റഡ്. എന്നതുപോലെ ഇസ്ലാമിന് ഒരു മ്യൂസിക് തലമുണ്ട്, ഇസ്ലാമിന് ഒരു പാട്ട് തലമുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഉപകരണമുണ്ട്, അവിടെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്, രീതിശാസ്ത്രങ്ങളുണ്ട്. അതിനപ്പുറത്തുള്ള പറ്റില്ല. അതുകൊണ്ട് നമ്മളെങ്ങനെ മ്യൂസിക്കിന് ഫുള്ള് എതിരാവും? അവിടെ നമ്മളെങ്ങനെ പാട്ടിനും താളത്തിനും എതിരാവും? ജീവിത താളത്തെ തന്നെ താളമാക്കുകയും നിരന്തരമായ താളത്തിലൂടെ പാട്ടുകൾ പാടിയവരെ പരിപോഷിപ്പിക്കുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ദീർഘിച്ചു പോയി തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിക്കാം. ഇപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അരുൺ മാഷ് സംസാരിക്കാം. ഞാൻ ജാബിർ മാഷ് പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇസ്ലാം ഒരു വരണ്ട മതമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വരണ്ട മതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ സമുദായത്തിൽ നടന്നിട്ടുണ്ട്. ഇസ്ലാമിൽ ഈ പാട്ടും കലയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മാപ്പിളപ്പാട്ടിൻ്റെ അവകാശികൾ ആരാണ്? സുന്നികളാണ് മാപ്പിളപ്പാട്ടിൻ്റെ അവകാശികൾ. കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ട് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഏതാ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ട് ഏതാ? മുഹീദ്ദീൻ മാലയാണ്. അത് അവിടുന്ന് ഉത്തരം പറഞ്ഞു. മുഹീദ്ദീൻ മാലയാണ്. മുഹീദ്ദീൻ മാല ആരെ കുറിച്ചുള്ളതാണ്? മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ അവദാനങ്ങളെ പാടുന്നതാണ് മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അതാണ് കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഈ മാപ്പിളപ്പാട്ടിന്റെ അടക്കം അവകാശികള് നമ്മൾ സുന്നികളാണ്. ഇനി നമ്മുടെ കലയിലേക്ക് നോക്കൂ, ദഫ്, അറബന, ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഉള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ കാപ്പാട് ഒരു വീട്ടിൽ, ആലസം വീട് എന്നാണ് ബഹുമാനായ കോയ കാപ്പാടിന്റെ വീടാണ്. അവിടെ 130 വർഷത്തോളം
വർഷത്തോളമായിട്ട് ഈ ദഫ് അറബനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. 130 വർഷമായി ദഫ് അറബനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പൂർവ്വഗാമികൾ അങ്ങനെ തുടങ്ങി വെച്ചതാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കലയിലുണ്ട് ഈ പാടുന്നത്. ഇനി നമ്മുടെ ബുർദ നോക്കൂ, എത്ര മനോഹരമായാണ് ആലപിക്കപ്പെടുന്നത്. ആലപിക്കുന്നതിന് പോലും ചില നിബന്ധനകൾ ആവശ്യമുണ്ട്. ഈ സംഗീതത്തിന്റെ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ആലാപനത്തിൽ പോലും ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് എന്ന് കൂടി ഞാൻ ഇങ്ങനെ ചേർത്ത് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിലുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു പാട്ട് പാടുമ്പോഴേക്ക് പുറത്താക്കപ്പെടുന്ന ഒരു ഇസ്ലാം അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മതമല്ല നമ്മുടെ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. പക്ഷെ ഇതിന് ജാബിർ മാഷ് പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങളില്ലാത്തൊരു സമൂഹം എപ്പോഴും അരാജക സമൂഹമായിരിക്കും. നിയന്ത്രണങ്ങളില്ലാത്തൊരു സമൂഹത്തെ ഒരു വിശ്വാസ സമൂഹമെന്നും ഒരു മതസമൂഹമെന്നും വിളിക്കാൻ കഴിയില്ല. ഈ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല മനുഷ്യർ പോലുമായി തീരുന്നത്. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് ധാരണകൾ ഉണ്ടാവുകയും നമ്മുടെ മതം ഇത് അനുവദിക്കുന്നതിന്റെ പരിധി ഏതാണ് എന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. ഞാൻ ദീർഘിപ്പിക്കുകയില്ല. എന്താ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ മറ്റൊന്ന് കൂട്ടിച്ചേർക്കണം എന്ന് പിന്നീട് ആഗ്രഹിക്കുകയുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു സാധനം കിന്നാലി മാഷ് നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറയണം വിചാരിച്ചൊരു സാധനമാണ് കാളി ഗണ്ഡകി എന്ന് പറഞ്ഞൊരു നോവൽ GR ഇന്ദുഗോപൻ ഉണ്ട്. അയാൾ ഈ ഒരുപാട് പട്ടാളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും വളരെ വൈഡായിട്ട് ഗവേഷണം നടത്തി പുസ്തകം എഴുതുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു വായനയിൽ ഇന്ദുഗോപനെ കുറിച്ച് എനിക്ക് തോന്നാറ്. അങ്ങനെ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളുമാണ്. ഈ കാളി ഗണ്ഡകിക്കകത്ത് അയാളുടെ അനുഭവങ്ങൾ വെച്ച് എഴുതപ്പെട്ടൊരു നോവലാണ്. ഇതിനകത്ത് അയാൾ പറയുന്നുണ്ട് കാശ്മീരിൽ ഈ കാശ്മീരിലാണോ ഇനി സിയാച്ചിനിലാണോ എന്നറിയില്ല, ഈ പട്ടാളക്കാരെ കാണാൻ വേണ്ടി പോകുന്ന ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട്. ആ പട്ടാളക്കാരെ കാണാൻ പോകുമ്പോൾ ഈ ജീപ്പിനകത്ത് കയറി പട്ടാളക്കാരുടെ കൂടെ പോയിട്ട് ഇങ്ങനെ കാണാൻ പോകുമ്പോൾ ഒരു പാലക്കാട്ടുകാരനായ ഒരു നസീർ അഹമ്മദ് എന്ന് പറഞ്ഞ പട്ടാളക്കാരനെ കണ്ടു. അയാൾ വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ അപ്പുറത്തുനിന്ന് ഷെല്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് തുരുത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ പ്രശ്നത്തിൽ ട്രെഞ്ചിൽ ഇരുന്നാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിനിടക്ക് അയാൾ സുഹൃത്തിനോട് പറയും, എനിക്കൊരു 5 minutes ബ്രേക്ക് വേണം. എന്നിട്ട് അയാൾ പെട്ടെന്ന് ട്രെഞ്ചിൽ നിന്ന് ഉള്ളിലൂടെ നൂണ്ട് ഇപ്പുറത്ത് കടന്നിട്ട് ഒരു ചെറിയ തുണി വിരിച്ച് 3 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കും. അപ്പോൾ ഈ ഇന്ദുഗോപൻ സ്വന്തം പോലെ തന്നെ പറയുന്ന ഒരു കഥയാണ്. അപ്പം ഞാൻ അയാളോട് ചോദിക്കും, എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തിരക്കിനിടയിൽ? അയാൾ പറയും, നിസ്കരിക്കുകയാണ്. 5 നേരം നിസ്കരിക്കണമല്ലേ? അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ താളം, അത് മാത്രമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്, എന്തൊരു സുഖാന്നറിയാം അപ്പോൾ. എന്നിട്ട് അയാൾ നിസ്കരിച്ച് മടങ്ങി വരുന്നുണ്ട്. ഈ അനുഭവ തീക്ഷ്ണമായി അവതരിപ്പിക്കുകയാണ് ശരിക്കും GR ഇന്ദുഗോപൻ. ബാക്കി നേരത്തെ മാഷ് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഗസ്റ്റുകൾക്ക് തിരക്കുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഡ്രസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം പിന്നെ ഐഡന്റിറ്റിയെ തന്നെ പറയുന്ന സമയത്ത് എന്താ പറയുക, ഒരു എക്സ്ട്രീം ഐഡന്റിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. അതായത് പിന്നെ അത് ഹിന്ദുത്വ ആണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നത്. സാധാരണ ഗതിയിൽ നമ്മളൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു, ഒരു ഇസ്രായേലിൽ ഒരു അറ്റാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒരു ആത്മീയപരമായിട്ടുള്ള പരിവേഷത്തോടെ അല്ല നമ്മൾ പലപ്പോഴും അതിനെ എന്ത് ചെയ്യുന്നത്, റീപ്ലേ ചെയ്യുന്നത്. ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ റീപ്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഐഡന്റിറ്റിയെ പിന്നെ ഇസ്ലാമിക പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഓവറായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റ് ആവുന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? നമ്മള് അല്ല, അതിലേ ഞാനതിനെക്കുറിച്ച് നേരത്തെ പറയാൻ ശ്രമിച്ചിരുന്നു. ഒരു ഭീകരമായൊരു ഇതല്ല, നമ്മളുടെ ഒരു രീതി അതല്ല എന്ന് എനിക്ക് തോന്നുന്നു. സുന്നികളായ നമുക്ക് അതിലൊക്കെ നല്ല ലൈൻ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ ഏറ്റവും നല്ല മാതൃക ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ തന്നെയാണ്. അവർ സ്വാധീനം ചെലുത്തിയതുപോലെ സ്വാധീനം ചെലുത്തിയ ഒരു ഇസ്ലാമിക് റിഫോർമേഷൻ വേറെ ഇല്ല. അത് ഇപ്പോൾ ഇല്ല എന്നാട്ടോ പറയുന്നത്. അതിന് മുമ്പുള്ളവരും അങ്ങനെയായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നോക്കിയാൽ അങ്ങനെയാണ്. മേലോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ AP സ്ഥാനം മാത്രം നോക്കിയാൽ മതി. ഹൗ ഷാൾ വി റെസ്പോണ്ട് ടു ദ സൊസൈറ്റി എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എല്ലാ കണ്ടതിലും ചാടി വീണ് പ്രതികരിക്കില്ല. വളരെ അവധാനതയോടെ കൂടെ ആലോചിച്ച് വളരെ സിമ്പിളായിട്ട് എവിടെയാണ് കൊടുക്കേണ്ടത് കൈ എന്നിടത്ത് കൊടുക്കുക. അങ്ങനെ വളരെ നന്നായി ജീവിച്ച് കാണിക്കുക. എന്നിട്ട് ആളുകളെ അസൂയപ്പെടുത്തുന്ന ജീവിതം ജീവിക്കുമ്പോൾ അവർ നമ്മളെ തിരിച്ചറിയും. അല്ലാതെ വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല. ഐഡന്റിറ്റി ആണ് അങ്ങനെ തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഐഡന്റിറ്റി അതാണെന്നാണ് ചരിത്രം വായിക്കുമ്പോൾ തോന്നുന്നത്. ഏത് ശത്രുവും വന്ന് ഒന്ന് മുന്നിലിരുന്ന് കണ്ണിലേക്കൊന്ന് നോക്കുമ്പോൾ 2 വാക്ക് കേൾക്കുമ്പോൾ അയാൾ അലിഞ്ഞില്ലാതാവുകയാണ്. അതിനെയാണ് ഇസ്ലാമിക പ്രയോഗം. ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലാതെ മുദ്രാവാക്യത്തിനൊന്നും അതിൻ്റെ 100-1 ചെയ്യാൻ കഴിയില്ല.
ഇത് ഒന്നുകൂടി പറയണേ, ഈ എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ കേരളത്തിൽ വളരുകയാണോ തളരുകയാണോ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയാണോ ഉള്ളത്, അല്ലെങ്കിൽ അവരോട് ജനങ്ങൾ അകന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്? ഞാൻ ജമാഅത്ത് ഇസ്ലാമി, SDPI ഇത്തരം സംഘടന, അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലർ ഫ്രണ്ട്, ഇത്തരം സംഘടനകളെയൊക്കെ ആളുകൾ ഒരു എക്സ്ട്രീം ലെവലായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ സംഘടനകളോട് പൊതുസമൂഹത്തിന് അവരോടുള്ള മനോഭാവം എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ അവർക്കുണ്ടായിരുന്ന സ്വീകാര്യത എത്രത്തോളമായിരുന്നു? ഇത് പരിശോധിച്ച് നോക്കിയാൽ മതി. മറിച്ച് മിതവാദ ഇസ്ലാം, ഉമ്മത്തൻ ബസത്ത എന്ന് പറയുന്ന ഈ മിതവാദമായ ലൈൻ, ആ ലൈനിനാണ് എല്ലാ കാലത്തും സ്വീകാര്യതയുള്ളത്. അങ്ങനെ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെമ്പാടും ഇസ്ലാം വലിയ ശക്തിയായി മാറുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രബോധന ചരിത്രം, ഹാജ മൊയ്നുദ്ദീൻ തങ്ങളുടെ ചരിത്രം, കേരളത്തിലേക്ക് വന്ന ആളുകളുടെ ചരിത്രം, പിൽക്കാലത്ത് സമസ്തയുടെ ആലിമുകൾ സ്വീകരിച്ച ലൈൻ, ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതിതീവ്രമായ ലൈനിലേക്കല്ല, നമ്മൾ അതിൻ്റെ മധ്യത്തിൽ നിൽക്കേണ്ട ആളുകളാണ്, മധ്യവർത്തി സമൂഹമാണ് നമ്മൾ. ബാങ്കിന് സമയമായി. വിദ്യ സ്റ്റുഡൻസ് ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ പറയട്ടെ. Any questions? നമ്മളായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം വേണമെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മുടെ അഭിപ്രായം നമ്മുടേത് തന്നെയാണ്, അല്ലെങ്കിൽ അവിടെ പൂക്കാനൊരു സാധ്യത ഉണ്ട്. ഞാൻ അവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും നമ്മളായിരിക്കണം, നമുക്കൊരു അഭിപ്രായം വേണം എന്നൊക്കെ പറയുമ്പോൾ ആ അഭിപ്രായം ശരിക്കും നമ്മളേത് തന്നെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവെ. പിന്നെ നമ്മളൊരു തിയറി പോലെ പറയാറുണ്ട്, ഒരു 5 ആളുകളുടെ റൂമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ 5 ആളുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മളെന്ന് പറയാറുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു ടോപ്പിക്കിൽ അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അതിലൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ ഒപ്പീനിയൻ തന്നെയാണോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത്, ശരിക്കും ഐഡന്റിറ്റി ക്രൈസിസ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വിദ്യയുടെ ആദ്യ പാഠം നുകരേണ്ട വിദ്യാലയങ്ങളിൽ തന്നെ വിദ്യ പകർന്നു നൽകേണ്ട അധ്യാപകർ ഒരു മുസ്ലിമാണ് ആ വ്യക്തി എന്ന പേര് കൊണ്ട് ആ വിദ്യാർത്ഥിയെ പുറത്താക്കുന്ന പല രംഗങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ട്. ശരിക്കും ഞാനൊരു മുസ്ലിമാണെന്ന് പുറത്തുപോയി അഡ്രസ് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ പേടിയുണ്ട് പല ഭാഗങ്ങളിലോട്ടും പോകുമ്പോൾ. അപ്പൊ ശരിക്കും നമ്മൾ ഐഡന്റിറ്റി അവിടെ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും എന്തോ ഒരു ഭീകരന്മാരാണെന്ന് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് എൻ്റെ ഒരു 2 സംശയങ്ങൾ ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ അതിന് വളരെ വേഗത്തിൽ 2 ഉത്തരങ്ങൾ പറയാം. ഒന്ന്, നമ്മുടേത് തന്നെയായ അഭിപ്രായമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടേത് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സാമുദായികമായി മതപരമായി കൂടി അതിനെ മുന്നിൽ കണ്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ മതത്തിൻ്റെ ഒരു സവിശേഷത ഏത് വിഷയത്തെയും മതം അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാമൂഹികവും സാങ്കേതികവുമായ മാറ്റങ്ങൾ പോലും നമ്മുടെ മതം അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടേതായ ഒരു അഭിപ്രായം പറയാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. വളരെ കൂലങ്കഷമായി തന്നെ പണ്ഡിതന്മാർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഉദ്ധരിക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ അഭിപ്രായം പറയുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ആലിമുകൾ പറഞ്ഞു വെച്ചതിനെ നമ്മൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്നതാണ്. നമ്മൾ അഭിപ്രായമില്ലാത്ത ആളുകളായി തീരില്ല ഒരു കാലത്തും. കാരണം ഇസ്ലാം ഈ പറയുന്ന എല്ലാ സംഗതികളെയും അഡ്രസ് ചെയ്തിട്ടുണ്ട്, മനുഷ്യാനുഭവങ്ങളെ പൂർണ്ണമായി അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം ഭീതിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്, ഇന്ത്യയുടെ വെളിച്ചം പൂർണ്ണമായി കെട്ടുപോയി എന്നും നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ. ഇന്ത്യ ജീവിക്കാൻ കൊള്ളാത്ത നാടായിട്ടുണ്ട് എന്നും ആ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാൻ പലയിടത്തും പറഞ്ഞാണ്, എന്നാലും ഞാനും ജാബിർ മാഷ് ഇരിക്കുന്ന ഒരു സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ പിന്നെ അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ദേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരായ 2 സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ചില ഭാഗത്തു നിന്നൊക്കെ ചില തുറിച്ചുനോട്ടങ്ങളൊക്കെ ഉണ്ടാവും. വളരെ സമീപകാലത്താണ് കേട്ടോ, നീണ്ട ഭൂതകാലത്ത് എന്നല്ല ഞാൻ പറയുന്നത്. തുറിച്ചുനോട്ടങ്ങളൊക്കെ ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളില്ല എന്നാണ്. ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് ഇതാണ് ഇന്ത്യ എന്നും ഇതാണ് ഇന്ത്യക്കാർ മുഴുവൻ എന്നും നിങ്ങൾ കരുതേണ്ടതില്ല. അത്തരത്തിൽ ഭീതിപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല. അത് ഫേക്ക് ആയിരിക്കും. അതെ, ഈ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കൂ. പിന്നെ നമ്മുടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിൽ ചിരിക്കുന്ന ആളുകളില്ലേ, അവരുടെ പേര് നോക്കുകയാണെങ്കിൽ അതിൽ 3/4 അരക്കാലം ഫേക്ക് ഐഡികളായിരിക്കും.
സ്വന്തം പേരിൽ വന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളായിരിക്കും അങ്ങനെയൊക്കെ വന്ന് ചിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അതേ സമയത്ത് സാധാരണക്കാരായ മനുഷ്യരോട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ, അവരിതിലൊക്കെ വേദനിക്കുന്ന ആളുകളാണ്. ആ വേദന അവർ നമ്മളോട് പങ്കിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്താകെ പ്രശ്നമാണ്, രാജ്യം ജീവിക്കാൻ കൊള്ളാതായിട്ടുണ്ട്, ഉത്തരേന്ത്യയിൽ പോകുന്നത് ഭീതിയാണ് എന്നൊന്നും നിങ്ങൾ കരുതരുത് കേട്ടോ. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവരുത്. പേടിക്കാതിരിക്കുക എന്നതാണ് ഇക്കാലത്തെ വലിയ രാഷ്ട്രീയം. നിങ്ങൾ പേടിച്ച് തുടങ്ങിയാൽ നിങ്ങൾ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ പേടി ഉണ്ടായാൽ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു തെങ്ങോല കണ്ടാൽ പോലും നമ്മൾ മനസ്സിൽ ഇതുണ്ടാവില്ലേ, ആൾ നിൽക്കുകയാണെന്ന് തോന്നുന്നില്ലേ? ആ പേടി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് പേടിക്കാതെ ജീവിക്കുക, നിവർന്നു നിൽക്കാൻ പരിശീലിക്കുക, ശിരസ് കുനിക്കേണ്ട 5-6 പെൺമക്കളുള്ള രക്ഷിതാക്കളെ നോക്കൂ, എത്ര അന്തസ്സിലായിരിക്കും ആ കുടുംബം ജീവിക്കുന്നുണ്ടാവുക. എൻ്റെ മഹലിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളുണ്ട്, അബൂബക്കർ ഹാജി അറിയുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 7-8 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. 2 ആൺകുട്ടികളാണുള്ളത്, 7-8 പെൺകുട്ടികൾ. അദ്ദേഹം വളരെ സമൃദ്ധമായി ജീവിച്ച് വളരെ അന്തസ്സായി തന്നെ ജീവിച്ച് മക്കളെയൊക്കെ കെട്ടിച്ച് അന്തസ്സായി തന്നെ മരിച്ചുപോയ ആളാണ്. ഇങ്ങനെ കൂടുതൽ പെൺകുട്ടികളുള്ള കുടുംബങ്ങളിലൊക്കെ നോക്കൂ, ഈ ഒരു സമൃദ്ധി നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം പ്രവാചകർ അങ്ങനെയാണ് സ്ത്രീകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സ്ത്രീകൾ എങ്ങനെ മൂലയിലേക്ക് തള്ളുന്ന മതമൊന്നുമല്ല. വൈജ്ഞാനികമായ വലിയ വ്യവഹാരങ്ങൾ നടത്തിയ വനിതാ രത്നങ്ങളുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകൾ ലോകത്തിന് സമർപ്പിച്ച ആയിഷ ബീവി മഹാപണ്ഡിതയായിരുന്നില്ലേ? ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്ത വനിതകൾ നമ്മൾ കാണുന്നില്ലേ? ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് മുവത്തയാണ്. ആ മുവത്ത മുഴുവൻ മനപ്പാടമായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾക്ക്. എന്നിട്ട് മാലിക് റളിയല്ലാഹു അൻഹു വീടിൻ്റെ ഉമ്മറത്തിരുന്ന് തൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ദർസ് നൽകും. അഥവാ ഈ മുവത്ത ഇങ്ങനെ ഓതി കൊടുക്കുന്ന സമയത്ത് കുട്ടികളോട് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾ ഓതൂ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ തെറ്റിക്കുന്ന സമയത്ത് അകത്ത് നിന്ന് മകൾ മുരടനക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വരി നോക്കാതെ തന്നെയും ഈ കുട്ടിക്ക് തെറ്റിയിട്ടുണ്ട് എന്ന് സൂചന നൽകാൻ കഴിയുന്ന അത്ര വൈജ്ഞാനികമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ വനിതാ രത്നങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ചുരുക്കം, ഇസ്ലാമിൽ ഈ തരത്തിലുള്ള വൈജ്ഞാനികമായ ഇടപെടലിന് പോലും അവസരം നൽകാതെ സ്ത്രീകൾ എങ്ങനെ അടിച്ചമർത്തുന്ന ഒരു മതമൊന്നുമല്ല. പെൺകുട്ടികളോട് എത്ര മനോഹരമായി പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ഉത്തമരായ പുരുഷന്മാർ ആരാണ്? നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീയെ പരിഗണിക്കുകയും സ്ത്രീക്ക് ജീവിക്കാൻ അവകാശം നൽകുകയും അവരുടെ വൈജ്ഞാനികമായ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ മുൻനിർത്തിയിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നവരുടെ താല്പര്യം വേറെയാണ്. അതേസമയത്ത് പുരുഷനുള്ള നിയന്ത്രണങ്ങൾ പോലെ സ്ത്രീക്ക് നിയന്ത്രണമുണ്ട്. അത് ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. സ്ത്രീ വിരുദ്ധമാണെന്ന് പറയും, പുരുഷ വിരുദ്ധമാണെന്ന് പറയില്ല. സ്ത്രീകൾക്ക് ഏത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുപോലെ അന്യ പുരുഷന്മാരുമായിട്ട് ഇടപഴക്കത്തിൽ സ്ത്രീക്ക് വിലക്കുള്ളതുപോലെ പുരുഷന് വിലക്കുണ്ട്. സ്ത്രീയുടെ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയുകയാണെങ്കിൽ അതേ വിലക്കിപ്പുറത്ത് പുരുഷനുമുണ്ട്. ഇസ്ലാം പുരുഷ വിരുദ്ധമാണ് എന്ന് കൂടി പറയേണ്ടി വരും. ഇത് ഏകപക്ഷീയമായ വിലക്കുകളല്ല, ഓരോരുത്തരുടെയും സാമൂഹിക നിലക്കനുസരിച്ചിട്ട് ആ വിലക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതേസമയത്ത് പൊതുവായ വിഷയങ്ങളിൽ എല്ലാവർക്കും വിലക്കുകൾ തുല്യമാണ്. സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാം എന്ന് വന്നാൽ അത് പുരുഷ വിരുദ്ധമാണ് എന്ന് കൂടി പറയേണ്ടി വരും. ഇസ്ലാം സ്ത്രീ വിരുദ്ധവുമല്ല പുരുഷ വിരുദ്ധവുമല്ല. ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമതുലിതമായ മതമാണ്, എല്ലാ വിഷയങ്ങളിലും നിലപാടുള്ള മതമാണ് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്നത്തെ കാക്ക ആയതുകൊണ്ട് ഒരു കാര്യം കൂടി പറയുന്നു. നേരത്തെ കൽപ്പന നാരായണ മാഷെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് സൗന്ദര്യം വെളുപ്പുമായി ഒരു ഉടമ്പടിയും ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ്. സൗന്ദര്യം വെളുപ്പുമായി ഒരു ഉടമ്പടിയും ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് വെളുത്ത മനുഷ്യർ സുന്ദരന്മാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കറുത്ത മനുഷ്യർ വിരൂപരാണ് എന്നും വിചാരിക്കരുത്. സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ്, അപേക്ഷവും കൂടിയാണ്. അതുകൊണ്ട് വെളുത്ത മനുഷ്യരെ സുന്ദരന്മാരാണ് എന്ന് കണക്കാക്കുന്ന മനോനില അവസാനിക്കുക കൂടി ചെയ്യേണ്ടതുണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊക്കിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ല എന്ന്. നന്ദി. അസ്സലാമു അലൈക്കും.